ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിബിൾ മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാനിന്ന് നോക്കുന്നത് ഈ വാലൻസ് ഡേ ആ വ്യക്തി പറയുന്നു, എൻ്റെ എല്ലാം നീയാണ്, എൻ്റെ എല്ലാം നീയാണെന്നാണ് പറയുന്നത്. എന്താ നോക്കിയാലോ? Knight of Cups, World, Knight of Pentacles, Two of Cups, Knight of Swords, Queen of Pentacles, Moon, Eight of Pentacles, Hermit, Three of Pentacles, Queen of Cups, Page of Cups, Four of Pentacles, ലവേഴ്സ്. എൻ്റെ എല്ലാമാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ടു ഓഫ് കപ്പും കിട്ടി, ലവേഴ്സും കിട്ടി. പിന്നെന്താ പറയുക, പിന്നെ കലക്കണം. ആ വ്യക്തി അത്രക്ക് റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. ഹാങ്ഡ് മാൻ, ടു ഓഫ് സോഡ്, ടു ഓഫ് കപ്പും കിട്ടിയിട്ടുണ്ട്, ലവേഴ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ വ്യക്തി എൻ്റെ എല്ലാം നീയാണെന്ന് പറയുന്നത് മനസ്സാ പറയുന്നതാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല. അത് നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്പാണ്. അപ്പം ഒരു അത്രയും വാത്സല്യത്തോടു കൂടിയാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. എന്ത്? എൻ്റെ എല്ലാമാണ്. ആ വ്യക്തി വാലൻസ് ഡേ ആണ് ഓർക്കുന്നത്. എൻ്റെ എല്ലാം നീയാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. അത്രയും വാത്സല്യത്തോടു കൂടിയാണ് ആ വ്യക്തി പറയുന്നത്. അത്രയും ഒരു സെൻസിറ്റീവായ ഒരു സോഫ്റ്റ് ഹൃദയമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അത്രയും നല്ലൊരു മനസ്സിനുടമയാണ്. അത്രയും സ്നേഹത്തോടെ ആ വ്യക്തി നിങ്ങളെ ഓർക്കുകയാണ്. നിങ്ങളോടുള്ള സ്നേഹം അത്രയും നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ സെപ്പറേറ്റ് ആണ്, അതുകൊണ്ടാണ് ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ? അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ എന്തോ ഒരു തെറ്റ്, അത് നിങ്ങളോട് കറക്റ്റ് തുറന്ന് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്പിൽ നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുകയാണ് ആ വ്യക്തി. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായതിൻ്റെ ഇതിൽ ആ വ്യക്തി നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത് എൻ്റെ തെറ്റാണ് എന്ന് ആ വ്യക്തിക്ക് തുറന്ന് നിങ്ങളോട് പറയണം. അപ്പം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞ് ഒരു നല്ല ഇതിൽ കൊണ്ടുപോകണമെന്നാണ് ആ വ്യക്തി ഈ വാലൻസ് ഡേ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ എല്ലാം നീയാണ് എന്ന് ആ വ്യക്തി നിങ്ങളോട് എല്ലാം എന്തോ ഒരു മിസ്റ്റേക്ക്, എന്തോ ചെറിയ തെറ്റ് എന്തോ ആ വ്യക്തിയിൽ പറ്റിയിട്ടുണ്ട്, അതൊക്കെ തുറന്നു പറഞ്ഞ് നിങ്ങളുമായിട്ടൊരു നല്ല കൊമ്പോ വേണം എന്നാണ്. ഇത്രയും ഡീപ്പായിട്ട് വേണം നിങ്ങൾ ആ വ്യക്തിക്ക്. നെക്സ്റ്റ് കാർഡ് വേൾഡാണ്. ഉദ്ദേശിച്ച എല്ലാ നേട്ടവും നേടിയെടുക്കണം. നിങ്ങളൊത്ത് ഒരു യാത്രയെല്ലാം ആ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്. ലോകം തന്നെ ചുറ്റിക്കറങ്ങണം, ലൈഫ് അടിച്ച് പൊളിക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി ഈ വേൾഡ് കാർഡിൽ ആ വ്യക്തി തീരുമാനം എടുത്തിരിക്കുന്നത്.
വെരി 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 ഇഷ്ടമാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പം ഫീൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളോട് ഒരുപാട് ആ വ്യക്തി പറയാനുണ്ട്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെന്റിക്കലാണ്. എന്ത് കാര്യം സൂക്ഷിച്ചിട്ടേ ആ വ്യക്തി ഇപ്പം പ്രവർത്തിക്കുള്ളൂ. എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ വ്യക്തി എന്ത് സൂക്ഷിച്ചിട്ടേ ഒരു വാക്ക് പോലും പറയുന്നുള്ളൂ, ഒരു പ്രവൃത്തി ചെയ്യുന്നുള്ളൂ. സൂക്ഷിച്ചിട്ട് ഒരു പൈസ ഉണ്ടെങ്കിൽ അത് ചിലവാക്കുള്ളൂ. അങ്ങനെയൊക്കെ ഒരു സൂക്ഷിച്ചിട്ട് ആണ് ആ വ്യക്തി ഇപ്പം എല്ലാവരോടും. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആണ് ആ വ്യക്തി കൊതിക്കുന്നത്. ഒരു നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് തരണം നിങ്ങൾക്ക്. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഹാപ്പി ആക്കി വെക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്തോ ഒരു വിഷമം ആ വ്യക്തിക്കുണ്ട്. അങ്ങനെ ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് കപ്പാണ്. വെറുതെ അല്ല പറയുന്നത്. 2 ഓഫ് കപ്പും ലവേഴ്സും എല്ലാം ഇവിടെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് ആ വ്യക്തി വെറുതെ പറയല്ല. ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് തന്നെ പറയാം. 2 ഓഫ് കപ്പ് ഒരുപോലത്തെ സ്നേഹം, രണ്ടുപേർക്കും മിററിംഗ് ആണ്. അത്രയും അടിത്തറയുള്ളൊരു ബന്ധമാണിത്. സോൾമേറ്റ് ആണ്. കഴിഞ്ഞ ജന്മത്തിലേ നിങ്ങൾ സ്നേഹിച്ച് അത് കൊതി തീരാത്ത പിരിഞ്ഞു പോയവരാണ്. അപ്പം ഈ ജന്മത്തിലും വന്ന് രണ്ടുപേരെയും യൂണിവേഴ്സ് ഒന്നിപ്പിച്ചവരാണ്. നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ കണക്റ്റഡ് ആണ്. രണ്ടുപേർക്കും ഒരുപോലത്തെ മിററിംഗ് ആണ്. നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രം, വേറെ ഒരാളെ അവിടെ അതിന് പകരം വെക്കാൻ പറ്റില്ല. അത്രക്കും നിങ്ങൾ തമ്മിൽ അട്രാക്റ്റ് ആണ്. സോൾ കോണ്ടാക്റ്റിൽ വന്നവരാണ് നിങ്ങൾ തമ്മിൽ. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാം. ഈ ബന്ധത്തിനെ തകർക്കാൻ മറ്റൊരാൾക്കും കഴിയില്ല. സെപ്പറേറ്റ് ആവുന്നതിനെ അതിൻ്റെ ഡീപ്പായിട്ട് ഒന്ന് ചേർന്ന് സ്നേഹവും ഡബിളായിട്ട് എത്ര ആരൊക്കെ എതിർക്കാൻ നോക്കിയാലോ ഒരു കാര്യമില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം പോയി നിങ്ങൾ വീണ്ടും ശക്തരായി ഒരുമിക്കും. ആ വ്യക്തി പറയുന്നത് എൻ്റെ എല്ലാം നീയാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഈ വാലൻസ് ഡേ ആ വ്യക്തിക്ക് ഒരുപാട് നിങ്ങളോട് പറയാൻ തോന്നുന്നു. ആ വ്യക്തിക്ക് ഇങ്ങനെ ഇമോഷണലി ആ വ്യക്തിക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുണ്ട്. ആ വ്യക്തി പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു ആ വ്യക്തിക്ക്. അത്രയും ആ വ്യക്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. അപ്പം ആ വ്യക്തി പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രകാശം നഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന എൻ്റെ ശക്തി, എൻ്റെ ലൈറ്റ്, എൻ്റെ ധൈര്യം, എൻ്റെ ആത്മവിശ്വാസം എല്ലാം നീയാണ്. 2 ഓഫ് കപ്പിൽ പിന്നെ പറയാതിരിക്കുമോ? ഒരുപാട് ആ വ്യക്തിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്. പക്ഷെ ആ വ്യക്തി പറയുന്നത്, എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളോട് പ്രശ്നം തീരുമ്പോൾ പ്രശ്നം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നീ എനിക്ക് തന്ന ധൈര്യം എല്ലാം ഞാൻ ക്ഷമ പഠിച്ചു. അങ്ങനെ എല്ലാം മറികടന്നു. ആ വ്യക്തിയുടെ ഇപ്പം സാമ്പത്തികമായ സ്ട്രഗിളൊക്കെ മാറി. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. എല്ലാം നിങ്ങൾ കൊടുത്ത ആ ഒരു ധൈര്യവും ആ ഹാപ്പിനെസ്സും, മനസ്സുകൾ തമ്മിൽ ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ ഒക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. രണ്ടുപേരും ഒരേ മനസ്സായി നിൽക്കുന്ന കപ്പിൾസാണോ, എന്ത് പ്രകമ്പനം ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റും. രണ്ടുപേരും ഒരേ മനസ്സായി നിൽക്കണം, ഒരേ ശക്തരായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റിയത്. എനിക്ക് അങ്ങനെയാണ് ഇതൊക്കെ പറ്റിയത് എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. ഈ വാലൻസ് ഡേ ആ വ്യക്തി ഓർക്കുന്നത് അതാണ്. ഇതൊക്കെ നിങ്ങളോട് ആ വ്യക്തിക്ക് വന്നിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ട് ആ വ്യക്തിയുടെ എല്ലാ പ്രഷറും, ആ വ്യക്തിയുടെ എല്ലാ സങ്കടവും നെഗറ്റീവും പോകാൻ വേണ്ടി നിങ്ങളെ വന്ന് ഹഗ് ചെയ്ത് ഇതൊക്കെ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയണം കേട്ടോ. അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത്രയും നല്ല സ്നേഹത്തോടു കൂടെയാണ് ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് സോളാണ്. അപ്പം സ്പീഡിൽ വന്നിട്ട് നിങ്ങളോട് ഇതൊക്കെ പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യം നിർവഹിക്കണം. അതിൻ്റെ ഒരു അത്ര
ഓടി വന്നിട്ട് ഇതൊക്കെ പറയാനും കണ്ണു മൂക്കും നോക്കാതെ ഓടി വരുവാന്ന് പറയുന്നില്ലേ, അതാണ് നൈറ്റ് ഓഫ് സോഡ്. ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല. അത്രക്കും സ്പീഡിൽ നിങ്ങളെ വന്ന് കാണാനും ഇതൊക്കെ പറയാനും ആ വ്യക്തിക്ക് ആഗ്രഹം, കൊതിക്കുന്നത്. അതിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് ആ വ്യക്തി. ഓടി ഒന്ന് വന്ന് നിങ്ങളുടെ അടുക്ക വന്ന് ഇതൊക്കെ ഒന്ന് പറയണം. ഇതിലാണ് ആ വ്യക്തി നൈറ്റ് സോഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ക്യൂൺ ഓഫ് പെന്റിക്കലാണ്. എല്ലാം തികഞ്ഞ ഒരു സ്റ്റേബിളായ ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി ഇപ്പം മാറി. പണ്ടൊരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയത് നീ എനിക്ക് തന്ന ആത്മവിശ്വാസവും ശക്തിയും കരുത്തും മനസ്സന്തോഷവുമാണ് എന്നാണ് ആ വ്യക്തി ഓർക്കുന്നത് നിങ്ങളെക്കുറിച്ച്. ആ വ്യക്തിക്ക് ഇപ്പം നല്ലൊരു കോൺഫിഡൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഒരു സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ലൈഫാണ് ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ ആ വ്യക്തി ഒരുപാട് കെയറിങ് ചെയ്തിരുന്നു, അതൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. അപ്പം ആ വ്യക്തി പറയുന്നത് ഇപ്പം ഇത്രയും ഒരു പവറിൽ എല്ലാം തികഞ്ഞ ഒരു സ്റ്റേബിളായ ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം 2 ഓഫ് കപ്പായ നീയാണ്, എൻ്റെ ലവേഴ്സായ നീയാണ്. നീ എനിക്ക് തന്ന ആ ഒരു സ്നേഹത്തിലാണ് ഞാൻ ഇതൊക്കെ നേടിയെടുത്തതെന്നാണ് ക്യൂൺ ഓഫ് പെന്റിക്കിൾ ആ വ്യക്തി പറയുന്നത്. നെക്സ്റ്റ് മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിനെ വിട്ടുപോകുമോ? എന്തോ ഒരു പ്രശ്നം വന്ന് നിങ്ങളിപ്പം തെറ്റിയിട്ടാണല്ലോ ഉള്ളത്. അപ്പം ആ വ്യക്തി നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ? അങ്ങനെയല്ല ഉള്ളൊരു, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ആയോ, അങ്ങനെയല്ല ഉള്ളൊരു ഭയവും ഒക്കെ ആ വ്യക്തിക്കുണ്ട്. മുൻകാർഡിൽ അതൊക്കെ ഉണ്ട്. ഇതുകൊണ്ടാണ് ആ വ്യക്തി അത്രയും സ്പീഡിൽ ഓടി വരാൻ നിൽക്കുന്നത്. ഇനി സമയമില്ല, അത്രയും വേഗം ഓടിയെത്തണം. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് പെന്റിക്കിൾ ആണ്. അത്രയും എഫേർട്ട് ഇട്ടിട്ട് അർഹമായ സ്നേഹം നിങ്ങൾക്ക് തരണം. നിങ്ങൾക്ക് എത്ര സ്നേഹം തന്നാലും നിങ്ങളത് അർഹിക്കുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത്. നിങ്ങൾ ഒരു സൂര്യനെ പോലെ അത്രയും നിങ്ങളൊരു എന്താ പറയുക, ഒരു നക്ഷത്രത്തെ പോലെ നിങ്ങൾ നോക്കണം. എത്ര സ്നേഹം തന്നാലും നിങ്ങളത് അർഹിക്കുന്നു എന്നാണ് പറയുന്നത്. അത്രയും ആ വ്യക്തി വളരെ വളരെ വിഷമിച്ച് ലൈഫിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും പല പല പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അതിനെല്ലാം നിങ്ങൾ കൊടുത്ത ആ സ്നേഹവും സന്തോഷവും കൊണ്ട് ഞാൻ ഇതൊക്കെ നേടി ഇന്ന് ഈ ലെവലിലായത് എൻ്റെ വ്യക്തി കാരണമാണ് എന്നാണ് വ്യക്തി പറയുന്നത്. നെക്സ്റ്റ് ഹെർമിറ്റാണ്. ആ വ്യക്തിയിലേക്ക് തന്നെ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറി ആ വ്യക്തി തനിച്ചിരുന്നിട്ട് ആ വ്യക്തിയിൽ തന്നെ സത്യം കണ്ടെത്തുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചത്, ഇതിൽ ആരൊക്കെയാണ് നമുക്കെതിരെ സംസാരിച്ചത്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്നെല്ലാം അല്ല ഹെർമിറ്റിലേക്ക് ആ വ്യക്തി ചിന്തിക്കുന്നത്. നെക്സ്റ്റ് 3 ഓഫ് പെന്റിക്കിൾ ആണ്. മറ്റുള്ളവർ ആണ് നമ്മളെ തടസ്സപ്പെടുത്തിയത്, ഒന്നിലധികം പേര് ഇതിലിടപെട്ട് നമ്മളെ സെപ്പറേറ്റ് ആക്കിയത് എന്നൊക്കെ ആ വ്യക്തി ഹെർമിറ്റിൽ മനസ്സിലാക്കി. ഇതിനെല്ലാം മറികടന്ന ഒരു പുതിയ പദ്ധതി ആ വ്യക്തി ആസൂത്രണം ചെയ്യുന്നുണ്ട്. കുടുംബത്തിലും എല്ലാവരും ആ വ്യക്തിനെ ഉപദേശിക്കുന്നുണ്ട്. ഉപദേശങ്ങളൊന്നും നല്ല ഉപദേശമല്ല, നിങ്ങളെ തെറ്റിക്കാനുള്ള പണിയാണ് എടുക്കുന്നത്. അത് ആ വ്യക്തിക്ക് മനസ്സിലായി. നമ്മളെ തെറ്റിക്കാനുള്ള പണിയാണ് എടുക്കുന്നത് എന്നുള്ളത് ആ വ്യക്തിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് കപ്പാണ്. ഇമോഷൻസ്, അത്രയും സ്നേഹം, ഇമോഷൻ, അത്രയും ഡീപ്പായൊരു സ്നേഹമാണ് എനിക്ക് എൻ്റെ വ്യക്തി തന്നത് എന്നല്ലാണ് വ്യക്തി ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്തോ ഒരു തെറ്റ് ആ വ്യക്തിയുടെ പറ്റിയിട്ടുണ്ട്. അത് എല്ലാം വന്ന് തുറന്ന് പറഞ്ഞ് എല്ലാം നിങ്ങളുടെ മനസ്സിന് സന്തോഷം കൊണ്ട് നിറക്കണം എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ക്യൂൺ ഓഫ് കപ്പിൽ അത്രയും മനസ്സുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യാണ്. എങ്ങനെയൊക്കെ സ്നേഹിക്കണം, എത്ര സ്നേഹം തന്നാലും നിങ്ങളത് അർഹിക്കുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത്. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് കപ്പാണ്.
എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായിട്ട് ഒരു കുഞ്ഞിനെയെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി. നിങ്ങളിൽ ഒരു കുഞ്ഞെല്ലാം ഉണ്ടായി നല്ലതായി ഫാമിലിയായി ജീവിക്കണമെന്ന് ഒരു പുതിയ പദ്ധതിയെല്ലാം ആ വ്യക്തി ആസൂത്രണം ചെയ്യുന്നുണ്ട്. എല്ലാ ആഗ്രഹവും ഞാൻ അച്ചീവ് ചെയ്ത് നിന്നിൽ എത്തും എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹമാണ് തോന്നുന്നത്. നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തിൻ്റെയും ഒരു ധൈര്യത്തിൻ്റെയും എല്ലാം നിങ്ങൾക്ക് അതെല്ലാം തിരിച്ചു തരണം. നിങ്ങൾ അത്രയും അർഹിക്കുന്നു എന്നാണ് ആ വ്യക്തി പറയുന്നത്. ആ സ്നേഹം നിങ്ങൾ അർഹിക്കുന്നു. നെക്സ്റ്റ് കാർഡ് 4 ഓഫ് പെന്റിക്കിളാണ്. വളരെ പൊസസീവാണ്. നിങ്ങൾ വേറൊരാളോട് ആയിപ്പോവോ എന്നെല്ലാണായി മൂൺ കാർഡിൽ ആ വ്യക്തി എന്തൊക്കെയോ ഭയക്കുന്നത്. അത്രയും പൊസസീവാണ്. നിങ്ങൾ മറ്റൊരാളുടേതാവുന്നത് ആ വ്യക്തി സഹിക്കാനോ ചിന്തിക്കാനോ പറ്റില്ല. നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. നെക്സ്റ്റ് ലവേഴ്സാണ്. ലവേഴ്സിൽ ആ വ്യക്തി പറയാണ്, എൻ്റെ യൂണിവേഴ്സ് തന്ന എൻ്റെ എന്താ പറയുക, എൻ്റെ യൂണിവേഴ്സ് തന്ന വിലമതിക്കാത്ത ഒരു ഗിഫ്റ്റാണ്, എൻ്റെ വെളിച്ചമാണ്, എൻ്റെ ഹാർട്ട് ബീറ്റാണ്, എൻ്റെ ലൈറ്റാണ്, എൻ്റെ സ്ട്രെങ്താണ്, എൻ്റെ എന്താണ് എല്ലാം പറയുന്നുണ്ട്. അത്രയും ഒരുപാട് സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. അത്രത്തോളം ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത്. ആ വ്യക്തിക്ക് ഒരു ഹാപ്പി ഫാമിലിയും നിങ്ങളെ വന്നൊന്ന് പെട്ടെന്ന് കാണണം, അങ്ങനത്തെ ചിന്താഗതിയിലാണ് ആ വ്യക്തി ഉള്ളത്. ആ വ്യക്തിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒന്നായാൽ മതി, ഓടി വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത്രയും ഒരുപാട് നിങ്ങളിലേക്കൊന്ന് ഓടി വരണം. നിങ്ങൾ അവർക്കുള്ളത് മാത്രമാണ്, മറ്റാർക്കുള്ളതല്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നീ വേണം എന്നാണ് ആ വ്യക്തി പറയുന്നത്. നമ്മളെ തമ്മിൽ അടർത്തി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. എൻ്റെ ഓക്സിജനാണ് എന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞാൽ അത്രയും ഈ കാർഡ് വന്ന് നോക്ക്. ഈ വാലൻസ് ഡേ ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് എല്ലാം എൻ്റെ എല്ലാം നീയാണെന്ന് പറയുന്നത്. അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന നോക്ക് 2 ഓഫ് കപ്പ് ലവേഴ്സ്. അപ്പം ഇതൊക്കെ പറയണ്ടേ? അപ്പം അതൊക്കെയാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാം, പക്ഷെ എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നീ വേണം എന്നാണ് ആ വ്യക്തി പറഞ്ഞത്. അത്രയും വളരെ പ്രതീക്ഷയുണ്ട്. നിങ്ങൾ അത്രയും പ്രതീക്ഷയോടുകൂടെ നിങ്ങളുമായിട്ട് കഴിഞ്ഞ ആ നല്ല നിമിഷങ്ങളെല്ലാം ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയെന്ന്. അത് വീണ്ടും വേണം, അതിശക്തമായിട്ട് തന്നെ വേണം ആ വ്യക്തിക്ക്. അപ്പം സ്ട്രോങ് ആയിട്ട് ഈ ബന്ധം വേണം. ഇനി ഒരു കമ്മിറ്റ് ആയാൽ ഇനി വിട്ട് പിരിയുന്ന പ്രശ്നമില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട്. എന്താ വെച്ചാൽ മിററിംഗ് ആണ്. അപ്പം ഒരു ഗിഫ്റ്റ് എല്ലാം വാങ്ങി വന്ന് നിങ്ങളെ ഒന്ന് ഞെട്ടിക്കണം ആ വ്യക്തിക്ക്. ഇതിനാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. പെട്ടെന്ന് വന്ന് നിങ്ങളെ ഒന്ന് ഞെട്ടിക്കണം. എങ്ങനെയെല്ലാം സന്തോഷിപ്പിക്കാം അതുപോലെ എല്ലാം നിങ്ങളെ സന്തോഷിപ്പിക്കണം. എത്ര സ്നേഹം തന്നാലും അത് അധികമാവില്ല എന്നാണ് പറയുന്നത്. അത്രയും നല്ല എൻ്റെ വ്യക്തി എന്നാണ് വ്യക്തി പറയുന്നത്. നെക്സ്റ്റ് ഹാങ്ഡ്മാൻ, ഒരു പുതിയ കാഴ്ചപ്പാട്. അപ്പം ഒരു സ്പിരിച്വൽ അവേക്കനിൽ കൂടിയാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നത്. നിങ്ങൾ കൊടുത്ത ഒരു ആത്മാർത്ഥമായ ആ സ്നേഹത്തിൽ ആ വ്യക്തി സറണ്ടാണ്. ഇതിൽ പിന്നെ ചോദ്യമില്ല. അത്രയും നല്ലൊരു സ്നേഹമാണ് എനിക്ക് എൻ്റെ വ്യക്തി തന്നത് എന്ന് ആ വ്യക്തിക്ക് ഓർക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതെല്ലാം നേടിയത് എന്നാണ് ആ വ്യക്തി ഓർക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങളിലേക്ക് ഓടി വരണം. ആ വ്യക്തി വന്ന് എല്ലാ കാര്യങ്ങളും നടന്ന സംഭവങ്ങളെല്ലാം ആ വ്യക്തിക്ക് ഒന്ന് പറയണം. ഇതിനാണ് വളരെ പ്രതീക്ഷയുണ്ട്. നിങ്ങളെ കൂടെ കഴിഞ്ഞ ആ നല്ല നിമിഷങ്ങൾ ഓർക്കുമ്പോൾ
അന്നേരമാണ് ആ വ്യക്തിക്ക് ഒരു ധൈര്യം കിട്ടുന്നത്, എന്നെ റിജക്റ്റ് ചെയ്യില്ല എൻ്റെ വ്യക്തിയെ. നമ്മൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് തന്നെ കൂട്ടിച്ചേർത്ത കപ്പിൾസാണ്, നമുക്കങ്ങനെ ഒരിക്കലും പിരിയാൻ കഴിയില്ല എന്ന് ആ വ്യക്തിക്ക് ഒരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ രണ്ടുപേരും മാത്രമാണ്, വേറെ ആർക്കും അവിടെ സ്ഥാനമില്ല. വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രകാശം തന്നെ നിങ്ങളാണ്. ഞാൻ ഇന്ന് ഇത്രയും ഒരു എല്ലാ ഗ്രോത്തും സമ്പാദിച്ച് എല്ലാ അബണ്ടൻസും എല്ലാം സമ്പാദിച്ചിരിക്കുന്നതിന് അതിന് എല്ലാ ക്രെഡിറ്റും ആ വ്യക്തി തരുന്നത് ആർക്കാ? നിങ്ങൾക്കാണ്. ആ വ്യക്തി ആക്കിയതെങ്കിലും നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹമാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇവിടെ രാധാകൃഷ്ണനെ കിട്ടി, എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് കിട്ടിയിരിക്കുന്നത് കൃഷ്ണനെയും രാധനെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം എടുക്കുന്നില്ല. എന്താ പറഞ്ഞാൽ ഇന്ന് ഏകാദശിയാണ്, വെള്ളിയാഴ്ചയാണ്, 30 വെള്ളിയാണ്. അപ്പോൾ 2 പേരെയും നമുക്ക് കിട്ടി. പിന്നെ അപ്പുറം എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പുറം ഞാൻ നോക്കുന്നില്ല. കിട്ടേണ്ട 2 പേരെയും തന്നെ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ അപ്പുറം എന്താണെന്ന് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇന്ന് ഏകാദശിയാണ്, 30 വെള്ളിയാണ്, 2 പേരെയും കിട്ടിയിരിക്കുന്നത്. ഏകാദശി കൃഷ്ണൻ, വെള്ളിയാഴ്ച 30 വെള്ളി മഹാലക്ഷ്മി, 2 പേരും ഇതാ. നിങ്ങൾക്ക് പിന്നെന്താ വേണ്ടേ? ഓക്കെ. അപ്പം കൃഷ്ണനും രാധയും പറയുന്നത് നിങ്ങൾ ഇതേപോലത്തെ കപ്പിൾസാണെന്നാണ് പറയുന്നത്, വേറൊന്നും പറയാനില്ല. ഓക്കെ, ഇതേപോലത്തെ കപ്പിൾസാണെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താ പറയാനല്ലേ? നമ്മൾ ഇതേപോലത്തെ കപ്പിൾസായിട്ട് ജീവിക്കേണ്ടവരാണ്, നിങ്ങൾ അടിച്ച് പിരിയേണ്ടവരല്ല എന്നാണ് കൃഷ്ണനും രാധയും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിന്ന് ഏകാദശിയും പിന്നെ വെള്ളിയായപ്പോൾ കൃഷ്ണനും രാധയും കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അങ്ങനെ കിട്ടുമ്പോൾ എനിക്ക് എന്തെന്നല്ലാത്തൊരു സന്തോഷമാണ്. അതെൻ്റെ വ്യൂസോട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്കും അതിൻ്റെ എനർജി കിട്ടട്ടെ. എനിക്കിന്ന് ഏകാദശി വ്രതമാണ്. ഐ ആം ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ. ഞാനൊരു മെച്ചപ്പെട്ട വ്യക്തിയായി മാറുകയാണ്. യു സ്പീക്ക് ടു മീ തോട്ട് മ്യൂസിക്. സംഗീതത്തിലൂടെ നിന്നോട് ഞാൻ സംസാരിക്കുന്നു. ഐ ലവ് യു. രേവതി അക്കൗണ്ടൻറ്റ്, ഏപ്രിൽ ഭരണി, അശ്വതി ആഗസ്റ്റ്, കോട്ടയം ഡിസംബർ, തിരുവാതിര നവംബർ, സോൾമേറ്റ് ഉത്രാടം, പാലക്കാട് എച്ച്, എറണാകുളം എൽ, ജി മലപ്പുറം, ചെന്നൈ ആക്ടർ, ട്രാവൽ ബിസിനസ്, എൻ ഇടുക്കി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.